മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിൽ വീണ്ടും കടുവ ഇറങ്ങി. അടക്കാക്കുണ്ട് 50 ഏക്കറിലെ ജോസിന്റെ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ കടുവ പിടിച്ചു. ഇത് രാവിലെയാണ് ഇതിന്റെ വിവരം അറിയുന്നത്. ഇത് തൊഴുത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്, കടിച്ചു വലിച്ചു കൊണ്ടുവന്നു. പണിക്കാരെ കണ്ടത് രാവിലെ. നമ്മൾ വന്ന് നോക്കിയപ്പോൾ കൈത്തിന് പിടിച്ചു. കടുവനെ കണ്ടിട്ടില്ല, കാൽപ്പാടുകളുണ്ട്. കടുവ പകുതി കഴിച്ചുകാണ്ട് പോയതാണ്. വനംവകുപ്പിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഭീഷണിയാണ്. ഇവിടെ എല്ലാവരും അടക്കാണ്ട് പോയി താമസം തുടങ്ങിയിട്ടാണ്. ഇതിന് സൂപ്പർവൈസർ അടക്കം അടക്കാണ്ടാണ് താമസം. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വീണ്ടും ആശങ്കയുടെ ഒരു സാഹചര്യമാണോ വിപിൻ? അനുജ, നാട്ടുകാരുടെ ഭീതി കൂട്ടി കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ വീണ്ടും കടുവ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ കടുവയാണ് എന്നുള്ളത് വനം വകുപ്പ് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. കാരണം ഇതിന്റെ കാൽപ്പാടുകളൊക്കെ വനം വകുപ്പ് രാവിലെ തന്നെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ 50 ഏക്കറിലെ ജോസിന്റെ പശുക്കുട്ടിയെ തൊഴുത്തിൽ നിന്ന് കയറ് പൊട്ടിച്ച് അതിനെ കൊന്നു തിന്ന രീതിയിൽ കണ്ടെത്തിയത്. ഏകദേശം ഈ തൊഴുത്തിൽ നിന്ന് 50 മീറ്റർ വിട്ടിട്ടാണ് ഈ പശുക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ കടുവ കടിച്ച് കൊന്നിരിക്കുകയാണ്. ഈ പ്രദേശത്ത് വീണ്ടും കടുവ എന്ന് പറയുമ്പോൾ അത് വലിയ ഭീതി കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 2 മാസം മുൻപാണ് ഗഫൂറിനെ കടുവ കൊന്ന് ഒരു ഭാഗം ഭക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഏറെ പണിപ്പെട്ടാണ് ആ കടുവയെ കൂട്ടിലേക്ക് അകപ്പെട്ടതും അതിനെ കൂട്ടിൽ നിന്ന് ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അതോടുകൂടി ഏകദേശം ഒരു ആശ്വാസം എന്ന് പറയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ പോലും അവിടെ മറ്റ് കടുവകളുണ്ട്, മറ്റ് കടുവകളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നാട്ടുകാർ പലപ്പോഴും പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴതാ ഒരു പശുവിനെ കൊന്ന് തിന്നിരിക്കുന്ന ഒരു സാഹചര്യം ഈ അടയ്ക്കാക്കുണ്ട് പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നു. ഇത് ഏക്കർ കണക്കിന്, ഏകദേശം ആയിരക്കണക്കിന് ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കടുവകൾ ആ പ്രദേശത്ത് ഉണ്ടെങ്കിൽ തന്നെ അതിനെ പിടിക്കാനും കൂടുക സ്ഥാപിക്കാനും ഒക്കെയുള്ളൊരു പ്രതിസന്ധി വനം വകുപ്പിനുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇത് ആദ്യഘട്ടത്തിൽ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് അവിടെ കടുവയുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് വനം വകുപ്പിന്റെ ആദ്യത്തെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പ്രാഥമിക നടപടികളിലേക്ക് ഉടൻ കടക്കും എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഈ പ്രദേശത്തെ ഒരു സാമൂഹ്യ സ്ഥിതി തന്നെ മൊത്തത്തിൽ മാറിയിരുന്നു. കാരണം ആളുകൾ രാവിലെ ടാപ്പിങ്ങിന് പോവാതെയാവുക തുടങ്ങിയിട്ടുള്ള ഒക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ആക്കം കൂട്ടുന്ന രീതിയിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അടയ്ക്കാക്കുണ്ടിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നത് വനംവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുകയാണ്. ജോസിന്റെ തൊഴുത്തിൽ കിട്ടിയ പശുവിനെ പിടിച്ചത് കടുവ തന്നെയാണ് എന്നത് വനംവകുപ്പ് പറയുമ്പോൾ ഇനി അടുത്ത ആശങ്കയാണ് എന്താണ് അതിന് പ്രതിവിധി എന്നതിലേക്ക് വനംവകുപ്പ് കടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്.